പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപകൾ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ വിളിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുവാൻ ഈ പ്രഭാതത്തിൽ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറഞ്ഞു. നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ചു കളയരുതെന്ന ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതുന്ന കഴിഞ്ഞ കാലങ്ങളിൽ തകർന്നു പോകാതെ നിങ്ങളെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും. സഹനശക്തി നൽകുന്ന അങ്ങാണെന്നും ആ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സഹനശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് നശിച്ചു പോകാനുള്ളവരല്ല, വിശ്വസിച്ചുകൊണ്ട് ആത്മരക്ഷ നേടാനുള്ളവരാണ് ഞങ്ങളെന്ന ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, നീതിമാന്മാരുടെ രക്ഷ അങ്ങിൽ നിന്ന് തന്നെയാണ്. അങ്ങിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഞങ്ങൾ സുരക്ഷിതരമായിരിക്കുമെന്നും അങ്ങനെ ഞങ്ങൾക്ക് ആനന്ദിക്കുവാൻ തക്കവിധം ഞങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, ഈ പ്രഭാതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയാം. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളറിയാതെ തന്നെ ഞങ്ങളുടെ വളർച്ചയും തളർച്ചയും എല്ലാം അറിയുന്ന അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും. ദൈവരാജ്യത്തെക്കുറിച്ച് നീ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവെ, ഒരു ഭൂമിയിൽ വിത്ത് വിളയ്ക്കുന്നതിന് സദൃശ്യമാണെന്ന് പറയുന്നു. അവൻ രാവും പകലും ഉറങ്ങി ഉണർന്നും കഴിയുന്നു. അവനറിയാതെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യമില്ല, പിന്നെ കതിർ, പിന്നെ കതിരിൽ ധാന്യമണിയുന്നു. ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കും. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കും. ദൈവമേ, ഞങ്ങളുടെയൊക്കെ വളർച്ച നീ അറിയുന്നു, ഞങ്ങളുടെ തളർച്ചയും നീ അറിയുന്നു. ഞങ്ങളറിയാതെ തന്നെ ഞങ്ങളുടെ വളർച്ചയും കൊഴിഞ്ഞു വീഴക്കുമൊക്കെ അറിയാവുന്ന അങ്ങയുടെ തിരുമുമ്പേ ഞങ്ങളെ സമർപ്പിക്കും. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറുവാൻ തക്കവിധം ഞങ്ങൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും നിൻ്റെ ദാനമാണ് ഞങ്ങളുടെ ജീവിതമെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ച് ഞങ്ങളത് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവർക്ക് സങ്കേതമായി തീരുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. ഈ ദിവസം അങ്ങയുടെ സ്നേഹത്തിൽ നകന്നുപോയ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരുവാനും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും വഴി അവരെ അങ്ങയോട് കൂടുതൽ സ്നേഹത്തിൽ അടുപ്പിക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ അവരോരുത്തരും ജീവിച്ചുണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.